നമസ്കാരം. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒ.പിയിൽ വന്നൊരു രോഗിയുടെ കാര്യമാണ്. അപ്പം കഴിഞ്ഞ 8-9 മാസം മുമ്പ് തന്നെ സന്ധികളിൽ വേദന വന്നു. ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കേരളത്തിലെ കാര്യം നോക്കുമ്പോൾ കഴിഞ്ഞൊരു 10-15 കൊല്ലം മുമ്പ് ഒരാൾക്ക് ആർത്രൈറ്റിസ് വന്നു കഴിഞ്ഞാൽ അസുഖമുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പലപ്പോഴും വലിയ ഡിലേ വരുമായിരുന്നു. സന്ധികൾക്ക് വേദനയായിട്ട് ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഒരു 5 to 6 years എടുക്കുമായിരുന്നു. കാരണം അതിനുള്ള സംവിധാനങ്ങളില്ല. നമ്മളാണ് ഫസ്റ്റ് റുമറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഞാനാണ് അവിടെ തുടങ്ങിയത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് അത്രയും കുറവായിരുന്നു, റുമറ്റോളജിൻ്റെ എണ്ണം തന്നെ വളരെ വളരെ കുറവായിരുന്നു. 2023 നമ്മളൊരു പഠനം നടത്തി. അതിൽ നമുക്ക് മനസ്സിലായി 6 വർഷം എന്നുള്ളത് കുറഞ്ഞ് 2 വർഷത്തിലെത്തി. സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് ആണ്. ഒരു 4 കൊല്ലത്തോളം കുറഞ്ഞു കഴിഞ്ഞ 10-12 കൊല്ലമായിട്ട്. പക്ഷേ ഈ 2 കൊല്ലം എന്ന് പറയുന്നത് വലിയൊരു പീരീഡാണ്. എന്തുകൊണ്ടാണ് ഇത് കുറഞ്ഞത്? ഇതുപോലുള്ള അവയർനെസ് ചാനൽസും അവയർനെസ് കണ്ടമാനം കൂടി, ആളുകൾക്ക് കുറേ റുമറ്റോളജിസ്റ്റിൻ്റെ അവൈലബിലിറ്റി കൂടി, അതുപോലെ ഇതിന് ചികിത്സ ഉണ്ടെന്ന് നാട്ടുകാർക്ക് മനസ്സിലായി. ഇതിന് ചികിത്സ അസുഖം വന്ന് മാറിയവർ മറ്റുള്ളവരോട് ഇത് പറഞ്ഞ് അവർക്ക് മനസ്സിലായി. അവർക്ക് ഫോർ എക്സാമ്പിൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഒരാൾക്കുണ്ട്, അയാൾ ചികിത്സിച്ചു മാറിയെങ്കിൽ പലപ്പോഴും അയാൾക്ക് വേറൊരാൾക്ക് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉണ്ടാകുമ്പോൾ അയാൾ പറയും, ഇത് ആർത്രൈറ്റിസ് ആണ് കേട്ടോ, എനിക്ക് ഉണ്ടായിരുന്ന എൻ്റെ അസുഖം മാറി, അപ്പോൾ നിങ്ങൾ ചികിത്സ എടുത്തോളൂ, റുമറ്റോളജിസ്റ്റിനെ പോയി കണ്ടോളൂ എന്ന് പറയും. അങ്ങനെ അതിനെക്കുറിച്ച് അവയർനെസ് കൂടി. ആളുകൾക്ക് ഇപ്പോൾ എന്താണ്, സന്ധികളിൽ വേദനയാണ്, ഇത് ആർത്രൈറ്റിസ് ആണെന്നൊക്കെ ഉള്ളൊരു അവബോധം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് സീരിയസ് അസുഖമാണ് എന്ന് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. ഇത് ചികിത്സിക്കണമെന്ന് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്ന നമ്മുടെ ഡേ ടു ഡേ ഉള്ള പ്രശ്നങ്ങൾ നമ്മൾ ചികിത്സ തേടുന്നതിൽ നിന്ന് പലപ്പോഴും നമ്മൾ നീട്ടിവെക്കും. അങ്ങനെയുള്ളൊരു കഥയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ പേഷ്യൻറ്റിന് 1 കൊല്ലം മുമ്പ് തുടങ്ങിയതാണ്. സന്ധികളിൽ വേദനയുണ്ട്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രശ്നമാണ്. പക്ഷേ കുറച്ച് ബിസി ഷെഡ്യൂളായിരുന്നു. പലപ്പോഴും ഒരു ബാങ്ക് ഉദ്യോഗസ്ഥയാണ്, അതവർക്ക് കുറച്ച് ദൂരെയാണ്, അപ്പോൾ ബാങ്കിൽ ലീവ് കിട്ടുന്നില്ല, അവിടെ പോയി ഡോക്ടറെ കാണിക്കാനുള്ള സമയം കിട്ടുന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു, പെയിൻ കില്ലർ മേടിച്ച് കഴിച്ചുകൊണ്ടിരുന്നു. പെയിൻ കില്ലർ മേടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്. അതാണ് അവർ ദൂരസ്ഥലത്താണ് ജോലി ചെയ്യുന്നത്. വീക്കെൻഡ് വരുമ്പോൾ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, പിന്നെ ഒരു 300 കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ പോയി വന്നു കഴിഞ്ഞപ്പോൾ ഇവരുടെ ഒരു 6 മാസം 7 മാസത്തോളം ഇവരുടെ നഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മുടെയൊക്കെ വരുമ്പോൾ ഇവർക്ക് സന്ധികളിൽ വേദനയുണ്ട്, അതുകൂടാതെ പനിയുണ്ട്, അതുകൂടാതെ കിഡ്നിയെ ബാധിച്ച് കിഡ്നി കൂടെ പ്രോട്ടീനൂറിയ ഉണ്ടായിരുന്നു. അതായത് കിഡ്നിയുടെ പത വന്ന് മൂത്രത്തിൽ പത വന്നിട്ട് അത് SLE ആയിരുന്നു അൾട്ടിമേറ്റ്ലി. അപ്പോൾ SLE എന്ന് പറഞ്ഞ ഡയഗ്നോസ് കണ്ടുപിടിക്കാൻ നമുക്ക് 8 മാസത്തോളം ഡിലേ വന്നു. ഡിലേ വന്നപ്പോഴുള്ള പ്രശ്നം എന്താ, അത് മൾട്ടിപ്പിൾ ഓർഗൻസിനെ ബാധിച്ചതുകൊണ്ട് അവർക്ക് കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ചികിത്സ കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ ആർത്രൈറ്റിസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഗുണം എന്താ, ഇത് റുമറ്റോയ്ഡ് ആണോ, SLE ആണോ, അതോ ജോഗ്രൻസ് ആണോ എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ചികിത്സ ചെറിയ രീതിയിൽ ചെയ്യാൻ സാധിക്കും. ചെറിയ രീതി ചെയ്തെന്ന് വെച്ചാൽ വളരെ കൂടുതൽ ഡോസ് കൊടുക്കുക. അത് ചെറിയ ഡോസ് മരുന്നില്ല, ചെറിയ രീതിയിൽ കൊടുത്ത് അതിന് മുളയിലേ നുള്ളുക എന്ന് പറയും അല്ലേ. അത് ഫസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് വേറെ ഓർഗൻസിലോട്ട് സ്പ്രെഡ് ചെയ്യാതെ ചെറിയ രീതിയിൽ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അങ്ങനെ വരുമ്പോഴുള്ള ഗുണം എന്താ, രോഗിക്ക് കുറച്ച് മരുന്നുകൾ മതി, അതിൻ്റെ സൈഡ് എഫക്റ്റ് കുറവായിരിക്കും, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഡ്യൂറേഷൻ ചിലപ്പോൾ കുറവായിരിക്കും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഔട്ട്കം കിട്ടും. പക്ഷേ നമ്മുടെ പല കാര്യങ്ങളും കൊണ്ട് ഡിലേ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഒന്ന് രോഗം ശരീരത്തിൽ വേരുറപ്പിക്കും, മൾട്ടിപ്പിൾ തരത്തിൽ അത് വേരുറപ്പിക്കും, ശരീരത്തിൽ പല സന്ധികളെ ബാധിക്കും, സന്ധികളെ ബാധിച്ച് സന്ധികൾ നീർക്കെട്ട് വന്ന് സന്ധികൾക്ക് തേയ്മാനം സംഭവിക്കും. അത് ഒന്ന്. അതിന് കാർട്ടിലേജ് നമുക്കറിയാം, ടൈം ഈസ് കാർട്ടിലേജ് എന്ന് നമ്മൾ എപ്പോഴും പറഞ്ഞത്. അതായത് എത്ര നേരത്തെ നമ്മൾ ചികിത്സിക്കുന്നു അത്രയും നല്ലതാണ്. പെട്ടെന്ന് തന്നെ വേദന വന്നു കഴിയുമ്പോൾ, വേദന വന്ന് പെട്ടെന്ന് ചികിത്സിച്ച് കഴിഞ്ഞാൽ കാർട്ടിലേജ് നമ്മൾ കംപ്ലീറ്റ് ഒരു ഡാമേജും വരാതെ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും. എത്രയാണെങ്കിൽ പെട്ടെന്ന് വെച്ചാൽ 3 to 6 months എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. 3 monthsലേക്ക് കണ്ടുപിടിച്ചാൽ വളരെ നല്ല ഔട്ട്കമാണ്. നമ്മൾ കണ്ടുപിടിച്ചെങ്കിൽ ഒന്ന്, ശരീരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഈ രോഗം ആഴത്തിലെ വേരുകൾ ഉറപ്പിക്കും, അപ്പോൾ അതിനെ എടുത്തു കളയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. 2, എന്താണ്, സന്ധികളിൽ തേയ്മാനം സംഭവിക്കും. 3, മറ്റ് ഓർഗൻസിനെ ബാധിക്കും. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ലങ്സിനെയോ ഹാർട്ടിനെയോ കിഡ്നിയെയോ ബാധിക്കും. ഇപ്പോൾ SLE ആണെങ്കിൽ പലപ്പോഴും കിഡ്നിയെയും ബ്രെയിനിനെയൊക്കെ ആയിരിക്കും ബാധിക്കുന്നത്. അതേസമയം വേറെ എന്തെങ്കിലും അസുഖമാണെങ്കിലും, ഇപ്പം സ്ക്ലിറോഡർമയൊക്കെ ആണെങ്കിൽ ലങ്സിനെയോ ഹാർട്ടിനെയോ ഒക്കെ ആയിരിക്കും ബാധിക്കുന്നത്. അപ്പോൾ ഓരോ അസുഖം ഓരോ തരത്തിലാണ് ബാധിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിൽ പ്രയോറിറ്റി ആയിട്ട് എടുക്കേണ്ടത് നീർക്കെട്ടുള്ള വാദം, അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ സന്ധികൾക്ക് നീർക്കെട്ടുണ്ട്, വേദനയുണ്ട്, കൈ മടക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഡെഫിനറ്റ് ആയിട്ട് കഴിയുന്ന പെട്ടെന്ന് റുമറ്റോളജിസ്റ്റിനെ കാണിക്കുക. അപ്പം ഏർലിയർ ദ ബെറ്റർ. നമ്മുടെ നാട്ടിൽ എല്ലാവരും പറയാറുണ്ടല്ലോ, എന്താണ്, നമ്മൾ സൂചി കൊണ്ടെടുക്കുക, തൂമ്പ കൊണ്ടെടുക്കുക. അതാണ് നമ്മൾ താമസിക്കുമ്പോൾ സംഭവിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേജിലാണെങ്കിൽ ചിലപ്പോൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ചെറിയ ഡോസ് മെത്തോട്രെക്സേറ്റ് മാത്രം മതിയാകും. പക്ഷേ SLE ഒക്കെ ആയിട്ട് അത് SLE ഫ്ലെയർ അപ്പ് ചെയ്ത് ഓർഗൻസിനെ ഇൻവോൾവ് ചെയ്യുക, MMF, റിറ്റുക്സിമാബ്, സൈക്ലോഫോസ്മൈഡ് പോലുള്ള കൂടിയ മരുന്നുകൾ നമ്മൾ കൊടുക്കേണ്ടത്. കാരണം അത് അല്ലെങ്കിൽ എന്ത് പറ്റും, ജീവൻ തന്നെ ഭീഷണിയാകുന്ന തരത്തിലേക്ക് ഈ രോഗം വളർന്നു കഴിയുമ്പോഴാണ് കിഡ്നിയും ബ്രെയിനിലേക്ക് ഇൻവോൾവ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ നെഗ്ലക്റ്റ് ചെയ്യാതിരിക്കുക. നമ്മുടെ തിരക്കുകൾ കാണും. പക്ഷേ ഈ നേരത്തെ പറഞ്ഞ ലേഡി ഉണ്ടല്ലോ, അവരോട് നമ്മൾ പറഞ്ഞു ബാങ്കിൽ തിരക്കാണെന്ന് പറഞ്ഞിട്ടാണ് അവർ പലപ്പോഴും ഡോക്ടറെ കാണിക്കാൻ വരാൻ പറ്റാതിരുന്നത്. അങ്ങനെ വരാതിപ്പം ഏർലി സ്റ്റേജിൽ വന്നെങ്കിൽ ഒരു ദിവസം കൊണ്ട് തീരേണ്ട കാര്യം മറ്റേന്ത് പറ്റി, അവർ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു, അഡ്മിറ്റ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യേണ്ടി വന്നു, ഓർഗൻ എൻറോൾമെൻറ്റ്, ഒരു 7 ദിവസത്തെ അഡ്മിഷൻ, പിന്നെ ഇഞ്ചക്ഷൻ, പിന്നെ അതൊരു പ്രൊലോങ്ഡ് ഒരു 2 മാസത്തെ ലീവ്. അതെല്ലാം കഴിയുമ്പോൾ പലപ്പോഴും ആദ്യം നമുക്ക് ചെറിയ രീതിയിൽ സൂചി കൊണ്ട് തീർക്കാവുന്ന കാര്യം അവസാനം നമ്മൾ തൂമ്പ കൊണ്ട്
എടുക്കേണ്ടി വന്നു. അതുകൊണ്ട് ഏർലിയർ ദ ബെറ്റർ, നെവർ ഡിലേ. താമസിക്കാതെ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കണ്ട് ഒരു അസുഖം എന്താണെന്ന് കണ്ടുപിടിച്ച് ശരിയായി ചികിത്സിക്കുക.